നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിമാരും പറഞ്ഞു തന്നിട്ടുള്ള, നമ്മൾ വളരെ കൗതുകത്തോടുകൂടി കേട്ടിട്ടുള്ള ചില രസകരമായ സംഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഐതിഹ്യം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഗ്രാമത്തിൽ ഒരു കുടുംബക്ഷേത്രമുണ്ട്. വലിയ പ്രശസ്തിയില്ലാത്ത, എന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ ക്ഷേത്രം. അതിനോട് ചേർന്നുള്ള ഒരു വലിയ സർപ്പക്കാവ്. 125 വർഷത്തോളം പഴക്കം വരും ആ ക്ഷേത്രത്തിന്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രം. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ കള്ളനുണ്ടായിരുന്നു. ചെറുത് എന്ന് പറയാൻ കാരണം, ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരു കള്ളൻ. അയാൾ ഒരിക്കൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം കാണാൻ ഇടയായി. ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ഒരു കുടുംബക്ഷേത്രമാണെന്ന്. അതുകൊണ്ട് അധികം പേരൊന്നും അവിടെ തൊഴാൻ വരാറില്ലായിരുന്നു. ആ ദേവിയുടെ വിഗ്രഹം പഞ്ചലോഹത്തിൽ തീർത്തതായിരുന്നു. ആ വിഗ്രഹം കണ്ടപ്പോൾ മുതൽ കള്ളന് അത് കൈക്കലാക്കാനുള്ള വ്യഗ്രതയായി. കാരണം പഞ്ചലോഹമല്ലേ, പിന്നെ കുറച്ച് ദിവസത്തേക്ക് കക്കാൻ പോകണ്ടല്ലോ. അങ്ങനെ ആ വിഗ്രഹം കൈക്കലാക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ അയാൾ ക്ഷേത്ര പരിസരത്തെത്തി. ചുറ്റും മതിലും ഒരു പടിപ്പുരയുമുണ്ട് ആ ക്ഷേത്രത്തിന്. പടിപ്പുര തുറന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച അയാൾ കണ്ടത് ദേവിയുടെ മുന്നിൽ തിരുവാതിര കളിക്കുന്ന ഒരു കൂട്ടം സുന്ദരികളായ സ്ത്രീകളെയാണ്. പാതിരാത്രിയിൽ തിരുവാതിര കളിക്കുന്ന സ്ത്രീകളെ കണ്ട അയാൾ ജീവനും കൊണ്ടോടി. അയാൾ കുടുംബക്ഷേത്രത്തിലെ കാരണവരെ വിളിച്ചുണർത്തി. അവിടെ കണ്ട കാര്യം പറഞ്ഞു. അവർ വന്ന് ക്ഷേത്രത്തിൽ നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാരണവർ ചോദിച്ചു, "നീ എന്താണ് അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിൽ വന്നത്?" അവൻ ജാള്യതയോടുകൂടി പറഞ്ഞു, "വിഗ്രഹം മോഷ്ടിക്കാനാണേ." ആ സംഭവത്തിന് ശേഷം പിന്നെ അവൻ ഒരിക്കലും മോഷ്ടിക്കാൻ പോയിട്ടില്ല.